കൂടി കമൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവാർന്ന ചർച്ചയുണ്ടാകാൻ പോകുന്ന ഒരു വിഷയം പരിസ്ഥിതിവാദികളും വികസനവാദികളും തമ്മിലായിരിക്കും. വയനാടിനെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അവിടുത്തെ ആളുകളുടെ മനസ്സ് നേരത്തെ മധു പറഞ്ഞതുപോലെ തന്നെ അവർ ജീവിച്ചതും അവർ ജീവിക്കാൻ ശീലിച്ചതും അവർക്ക് പരിശീലനം കിട്ടിയതും വയനാടിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന ഈ പറയുന്ന ടൗൺഷിപ്പുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നാഗരികമായ ഒരു ജീവിതം ഓഫർ ചെയ്താൽ അവർക്ക് വന്നാൽ അവരുടെ ജീവനോപാധി കൃഷി ചെയ്ത് ജീവിച്ച മനുഷ്യർക്ക് നാഗരികമായ ഒരിടത്തേക്ക് വരാൻ കഴിയുമോ എന്ന തരത്തിലുള്ള പല ആശങ്കകൾ, ഇതൊക്കെ സർക്കാർ എന്താണോ വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരിഗണിക്കും അല്ലെ. ഇത് ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നത് സംബന്ധിച്ച് നമുക്ക് ആത്മവിശ്വാസത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അപ്പോൾ അത് അവരെ കൂടി എത്രത്തോളം വിശ്വാസത്തിലെടുക്കണം നമ്മൾ? മാധു, ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ, അതിൽ ബാധിച്ചവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഉറപ്പാണ്. പക്ഷേ അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും. കാരണം പുതുതായി ഇപ്പം നേരത്തെ നമ്മുടെ എക്സ്പെർട്സ് പറഞ്ഞ പോലെ ഈ പുതിയൊരു സ്ഥലത്ത് ആ ഭൂമി തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഇത്രയും പേർക്ക് ഒരു സ്ഥലത്ത് താമസം ഒരുക്കുക എന്നത് വയനാടിൻ്റെ ഭൂപ്രകൃതി വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും സ്ഥലം ഒന്നിച്ച് വാസയോഗ്യമായ ഒരു സ്ഥലം ഒന്നിച്ച് കിട്ടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഭൂമിയുടെ പ്രത്യേകതകൾ പരിഗണിക്കണം. നമ്മൾ ഇപ്പം മാധു പറഞ്ഞതുപോലെ വയനാട്ടിലെ ആളുകൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ കണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു ദിവസം 300 മില്ലിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ ഒരു മഴ പെയ്താൽ കൂടി അപകടം പറ്റാത്ത സ്ഥലം തിരഞ്ഞെടുക്കണം. വയനാടിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. നമുക്ക് സമതലമായ ഒരു പ്രദേശം, അങ്ങനെ ഒരു ടൗൺഷിപ്പ് പണിയാനൊക്കെയുള്ള ഒരു ഭൂമി ലഭ്യമാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പ്രദേശത്തോട് ചേർന്ന് അങ്ങനെ ഒരു ഭൂമി ലഭ്യമാക്കുക എന്നത് വളരെ വെല്ലുവിളിയാകും. അപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വരും. ഈ പുത്തുമലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു ആ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ അറിയാം. മാത്രമല്ല ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഈ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പല ഡിലേ ഉണ്ടാകും, ലാഗ് ഉണ്ടാകും. അത് ഒഴിവാക്കുക എന്നത് സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുക, സ്വാഭാവികമായി സർക്കാർ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈകൽ ഒഴിവാക്കുക എന്നുള്ളത്. മറ്റൊന്ന് മാധു പറഞ്ഞതുപോലെ ഈ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ ഈ ബാധിച്ച ആളുകളെ, ഇതിൻ്റെ ഗുണം ലഭിക്കേണ്ട ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുക്കുന്ന ഭൂമി വാസയോഗ്യമായതായിരിക്കണം. കാലാവസ്ഥ വ്യതിയാനത്തെ അല്ലെങ്കിൽ വലിയൊരു മഴ പെയ്താൽ അതിനെ അതിജീവിക്കുന്നതാകണം. അത്തരത്തിൽ വാസയോഗ്യമായ ഒരു ഭൂമി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം.